കെ ടി ജലീലിന്റെ മാനസിക നില തന്നെ പരിശോധിക്കണം എന്നതാണ് ലീഗ് വിഷയത്തിൽ നിലപാട്. KP റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു. KP റഹ്മത്തുള്ള, യോഗനാഥത്തിലാണ് KT ജലീൽ ലേഖനം എഴുതുന്നത്. ശ്രദ്ധേയമാണ് ഈ രാഷ്ട്രീയം, അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് താനും. ഏതെങ്കിലും പ്രസിദ്ധീകരണത്തെ ജലീൽ തെരഞ്ഞെടുത്തതല്ല. എന്താണ് ഈ വെള്ളാപ്പള്ളി ജലീൽ അടുപ്പത്തിന് പിന്നിൽ? വെള്ളാപ്പള്ളിയുമായും അതുപോലുള്ള വിഷയങ്ങളുമായൊക്കെ ജലീലിന് നേരത്തെ തന്നെ ബന്ധമുള്ളതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച സക്കീർ സാഹിബ് പറഞ്ഞത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാം. ജലീലിന്റെ മാനസിക നില തകരാറിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും ഒക്കെ ഒരുപാട് തവണ അടുത്ത ദിവസങ്ങളിൽ പങ്കെടുത്തതാണ്. അദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കുന്ന എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, മന്ത്രിസ്ഥാനം പോയതിന്റെ പേരിലാണ് ജലീൽ PK ഫിറോസിനെതിരെ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്നതും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം മന്ത്രിസ്ഥാനം പോയതിന്റെ പിന്നിലുള്ള കൃത്യമായ അജണ്ടകളും കള്ളത്തരങ്ങളും KT ജലീൽ പൊതുയോഗങ്ങളിൽ ഒരുപാട് കാലമായി പറഞ്ഞിരിക്കുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ ഒരു കേസിൽ വെറുതെ പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ കുറ്റവിമുക്തനാക്കിയതിന്റെ പാരിതോഷികമായി ഹൈക്കോടതിയിൽ ആ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയുടെ അനുജന്റെ ഭാര്യക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സ്ഥാനം കൊടുത്തു എന്നാണ് KT ജലീൽ പറയുന്നത്. അതേ ജഡ്ജി തന്നെയാണ് ലോകായുക്തയുടെ കേസിൽ തനിക്കെതിരെ വിധി പറഞ്ഞത് എന്നും ജലീൽ പറയുന്നുണ്ട്. ആ ജഡ്ജിയോ PK ഫിറോസോ എനിക്കെതിരിൽ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ജലീൽ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് KT ജലീൽ എഴുതിയ കത്തിൽ ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് എഴുതിയ തുറന്ന കത്തിൽ. അതല്ല, നമുക്ക് അത് ഒരു പഴയൊരു വിഷയമാണല്ലോ. അതിനപ്പുറം ഈ ജലീല് വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടെടുത്ത്, വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ KT ജലീലിന് രാഷ്ട്രീയ നഷ്ടമല്ലേ മലബാറിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അടുപ്പം? ഇടതുപക്ഷവും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള അടുപ്പത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് അവിടെയും ഉണ്ടാവുന്നത്. വെള്ളാപ്പള്ളിയെ തള്ളിക്കളയേണ്ടതില്ല. വെള്ളാപ്പള്ളി സമുദായ നേതാവാണ്. വെള്ളാപ്പള്ളിയുമായി എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് ജലീൽ പൊതുയോഗങ്ങളിൽ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിം ലീഗിന് മാത്രം എതിരുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജലീൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ വെള്ളാപ്പള്ളി കുറ്റം പറയുന്നില്ല, മുസ്ലിം ലീഗിനെ മാത്രമാണ് വെള്ളാപ്പള്ളി കുറ്റം പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലീഗുമായി അകൽച്ചയും ലീഗിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയതാണ് അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിൽ എന്ന് പറയുന്ന ജലീല് സ്വാഭാവികമായും മുസ്ലിം ലീഗുമായി ശത്രുതയുള്ള, മുസ്ലിം ലീഗിനെ മാത്രം എതിർപക്ഷത്ത് നിർത്തുന്ന വെള്ളാപ്പള്ളിയുമായി ലോക്യത്തിലാകുന്നതിന്റെ ചങ്ങാത്തം കൂടുന്നതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ മറ്റു കാരണങ്ങളൊന്നും കണ്ട. മാത്രമല്ല, ഈ അടുത്ത കാലത്തായി സമദൂരവും ശരിദൂരവും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും വെള്ളാപ്പള്ളി CPM-ഉമായും പിണറായിയുമായും ഒക്കെ അടുത്ത ബന്ധമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിന്റെ കൂടി അർത്ഥത്തിലാണ് യോഗനാഥത്തിൽ ജലീലിന്റെ ലേഖനം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നും ജലീൽ ആ സഹകരണം തുടരുകയും തങ്ങളോടൊപ്പം വന്ന വെള്ളാപ്പള്ളിയെയും SNDP യോഗത്തെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. ശരി, റെജി ലൂക്കോസ് കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്,